ഹായ് ഹലോ. അപ്പോൾ കുറേ ദിവസമായാലും ഒന്ന് സംസാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് കണവ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കണവ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്, പിന്നെ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ അതിൻ്റെ ആ സൈഡ് പിടിച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ ആ തൊലി ഇങ്ങനെ ഇളവി വരും കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കണം. ഇത് വൃത്തിയാക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇതിങ്ങനെ എല്ലാം ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് വേസ്റ്റ് ഉണ്ട്. അതിങ്ങനെ തന്നെ അകത്ത് കൈയിട്ട് എടുക്കാവുന്നവർക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കീറിയിട്ട് അതിനകത്തിരിക്കുന്ന വേസ്റ്റ് എടുത്ത് കളയാം. ഇങ്ങനെ ഒരു മുള്ളുണ്ട് അതിനകത്ത്, അപ്പോൾ അതും പിന്നെ അതിനകത്തുനിന്ന് ഇങ്ങനെ കൈയിട്ട് എടുക്കണം. അതല്ല ഇങ്ങനെ അറിഞ്ഞൂടാത്തവർ ഇങ്ങനെ ഒന്ന് കീറിയിട്ട് എടുത്ത് കളഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടണം ഇഷ്ടപ്പെട്ടാൽ. പിന്നെ ഇങ്ങനെ ഇതിൻ്റെ തലഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കണ്ണും അതിൻ്റെ പല്ലും അതെല്ലാം കൂടെ ഇങ്ങനെ ഇളവി വരും. അപ്പോൾ അതും നമ്മൾ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടേ. ഇനിയപ്പോൾ നമ്മളിതിന് കുറച്ച് ഫ്രൈ ചെയ്യാനും കുറച്ച് തോരൻ വയ്ക്കാനുമാണ് എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് എണ്ണ ചൂടാകുമ്പോൾ വറ്റൽമുളകിട്ട് കടുവും ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം. കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഈ കണവ എല്ലാം അതിനകത്ത് പറക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി അടച്ച് വെക്കണം. അപ്പോൾ അതിന് ശേഷം പിന്നെ കുറച്ച് പൊരിക്കാനായിട്ട് നമ്മൾ സാധാ മീൻ പൊരിക്കുന്ന അരപ്പെല്ലാം ഇട്ട് വെച്ചേക്കുന്ന കണവയാണത്. അതിന് ശേഷം ഇതിനകത്ത് വെള്ളം കണവയിൽ നിന്ന് ഇറങ്ങുന്ന അതിനകത്ത് പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവാള എല്ലാം കൂടെ അരിഞ്ഞിടണം. പിന്നെ അത് കഴിഞ്ഞ ശേഷം അരപ്പിനായിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മാത്രം, അത്രയും ഞങ്ങൾ ഇടാറുള്ളൂ കേട്ടോ. അതിട്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇളക്കി എടുക്കുമ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് സാധാ പോലെ തന്നെയാണ്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഈ അരപ്പ് പുരട്ടി വെച്ചേക്കുന്ന കണവാതി പറക്കിയിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുത്ത് വയ്ക്കുമ്പോൾ ഫ്രൈ റെഡി.